നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലിബർകാഡ് ആണ്. അപ്പോൾ ലിബർകാഡ് എന്താണ് എന്ന് കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ് ലിബർകാഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 2D ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. എന്നാൽ ഇതിനകത്ത് 2.5 3D ഒക്കെ ഡിസൈൻ ചെയ്യാം, പക്ഷേ അത് ഓട്ടോകാഡിൽ ചെയ്യുന്നത് പോലുള്ള അത്രയും പെർഫെക്റ്റ് 3D ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ പഠിക്കുന്നത് 2D ആണ്, 2D ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ വേർഷൻ ആദ്യം ഒന്ന് പഠിക്കാം. ഇവിടെ ഹെൽപ്പിനകത്ത് നോക്കിയാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻ ലേറ്റസ്റ്റ് ആണ്, വേർഷൻ 2.1.3. ഇതിന് മുമ്പുണ്ടായിരുന്ന 2.1.0, അതിന് മുമ്പ് 2.0. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വെർഷൻസ്. ഓട്ടോകാഡ് വെർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വെർഷൻ കൂടുന്തോറും കുറേ ഓപ്ഷൻസ് അധികം വരുന്നുണ്ട്. അതേപോലെ ഇതിലും അങ്ങനെ തന്നെയാണ്. ഓരോ വെർഷൻസ് അങ്ങോട്ട് പുതിയത് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് അധികം ഓപ്ഷൻസും വരുന്നുണ്ട്, യൂസർ ഫ്രണ്ട്ലി ആവുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പുതിയൊരു വർക്ക് ഏരിയ നമുക്ക് കിട്ടും. ഓപ്ഷൻസിനകത്ത് ആപ്ലിക്കേഷൻ പ്രിഫറൻസും ഉണ്ട്, കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസും ഉണ്ട്. നമുക്ക് കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസ് എടുക്കാം. അവിടെ പേപ്പർ ഞാൻ A4 ആണ് ഡീഫോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, 2 ഓപ്ഷൻസും ഉണ്ട്. ലാൻഡ്സ്കേപ്പ് എന്താണെന്നറിയാം, അറിഞ്ഞുകൂടാത്തവർക്ക് പറയുകയാണ്. ഒരു പേപ്പർ, നമ്മൾ നോട്ട്ബുക്കിലെ പേപ്പർ ചരിച്ച് വെച്ച് എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത് അത് ലാൻഡ്സ്കേപ്പ്. സിമ്പിളായിട്ട് പറയുന്നതാണ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നോത്ത് വെച്ച് വരയ്ക്കുക. നോക്കൂ, കണ്ടോ. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് മീറ്ററാണ്. തൽക്കാലം നമുക്കത് മില്ലിമീറ്റർ ആക്കാം, എളുപ്പത്തിന് വേണ്ടിയിട്ട്. മില്ലിമീറ്റർ. അതിന് യൂണിറ്റ്സിൽ പോയിട്ട് മെയിൻ ഡ്രോയിങ് യൂണിറ്റ്സ് മില്ലിമീറ്റർ ആക്കുക. ഫോർമാറ്റ് ഡെസിമൽ, നോർമൽ ഡെസിമലാണ്. ഇതിനകത്ത് വേറെ ഉണ്ട്, എൻജിനീയറിങ്, ആർക്കിടെക്ചറിൽ, ഫ്രാക്ഷനിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെസിമലാക്കാം. സയൻറ്റിഫിക്കും ഉണ്ട്. പ്രിസിഷൻ സെറ്റ് ചെയ്യുന്നത് നോക്കൂ. സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. 14.4311. പ്രിസിഷൻ ഞാൻ 0 ആക്കി കഴിഞ്ഞാൽ 14 മാത്രമേ കാണത്തുള്ളൂ. ഡിജിറ്റ് വരത്തില്ല, പോയിൻ്റ് കഴിഞ്ഞുള്ള വാല്യൂ വരത്തില്ല. രണ്ടാമത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞുള്ള സിംഗിൾ വാല്യൂ വരും. 2 എണ്ണം സെറ്റ് ചെയ്താൽ പോയിൻ്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വരും. നോർമലി നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഓക്കെ. പിന്നെ ഗ്രിഡ്, ഡയമെൻഷനൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ A4 പേപ്പർ എടുത്തു, യൂണിറ്റ്സ് മില്ലിമീറ്റർ കൊടുത്തു, സെറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്കിതിനകത്ത് എങ്ങനെയാണ് ഡ്രോയിങ് ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ലൈനൊക്കെ എങ്ങനെ ഡ്രോ ചെയ്യാം എന്നുള്ളത് പറ്റി. അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ലെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. എന്താണ് ലെയർ എന്ന് പഠിക്കണം. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒറ്റ ലെയർ ഇട്ടാണങ്ങ് ചെയ്യും. എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മൾട്ടിപ്പിൾ ലെയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ലെയറിലും ഓരോ കളറ്, ഓരോ ഡിസൈൻ, ഓരോ പർപ്പസ്. ഇതാണ് ലെയറിൻ്റെ യൂസ്. ചില ലെയറുകൾ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ വരച്ചുകൊണ്ട് വരുന്ന ലൈൻസ് പ്രിൻറ്റിങ്ങിൽ ഹൈഡ് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ലെയർ യൂസ് ചെയ്യാം. വളരെ കൺവീനിയൻ്റ് ആണ് ലെയർ. അതായത് ഒരു ടൈപ്പ് ഓഫ് ലൈൻസിനെ എല്ലാം ഒറ്റ അടിക്ക് ഓഫ് ചെയ്യുന്നതിന് നമുക്ക് ലെയർ ഉപയോഗിക്കാം. അത് ഡിലീറ്റ് ചെയ്യാതെ തൽക്കാലം ഹൈഡ് ചെയ്തൊക്കെ വയ്ക്കാനൊക്കെ ലെയർ യൂസ് ചെയ്യാം. അതിന് ലെയർ എങ്ങനെ എടുക്കാം? പുതിയത് ഇപ്പോൾ ഇത് ഡീഫോൾട്ട് ലെയറാണ്. ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ലെയറിന് നെയിം വരും.
ലെയറിൻ്റെ നെയിം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം, ബോർഡർ. എന്നിട്ട് കളറ് നമുക്കൊരു ഗ്രീൻ. ഇതെടുത്ത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ഗ്രീൻ കൊടുക്കണമെന്നൊന്നുമില്ല. വിഡ്ത്ത് 0.05 mm. ലൈൻ ടൈപ്പ് കണ്ടിന്യൂസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബോർഡർ ലെയർ ഇതാ. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഒരു ലെയറിൻ്റെ ഒരു പുതിയ ഐറ്റം കൂടി ലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ന്യൂ ലെയർ വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് കീബോർഡിനകത്തൊരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. സെൻറ്റർ പോയിൻ്റ്, അതിൻ്റെ കളറ് ഞാനൊരു മെജന്ത കൊടുത്തു. 0.05 കണ്ടിന്യൂസ് സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ലൈൻസാണ് തൽക്കാലം നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലേയേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ലൈൻ, ഇവിടെ ഇതാണ് ടൂൾ പാലറ്റ്, ഡ്രോയിങ് ടൂൾസാണ്. ഡ്രോയിങ് ടൂൾസിനകത്ത് ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 പോയിൻറ്റ്സ് ഉണ്ട്. അത് വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, അതായത് കണ്ടോ, ഇത് സ്നാപ്സ് ആണ്. ഫ്രീ സ്നാപ്പ്, ഗ്രിഡ് സ്നാപ്പ് ഉണ്ടോ, സ്നാപ്പ് ഓൺ എൻഡ് പോയിൻ്റ്, സ്നാപ്പ് ഓൺ എൻറ്റിറ്റി, ആ എൻറ്റിറ്റിയിൽ ഏത് പോയിന്റിലും സ്നാപ്പ് ആവുന്ന രീതിയിൽ, അങ്ങനെ സ്നാപ്പുകൾ പല വിധത്തിലുണ്ട്. ഇവിടം വരെ ഉണ്ട് സ്നാപ്പ്. ഈ ഒരു ഓപ്ഷൻ ഇൻ്റർസെക്ഷൻ സ്നാപ്പ്. ഏതെങ്കിലും ഓൺ ചെയ്തിട്ടാൽ ആ ഒരു സ്നാപ്പിങ് മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡ്രോയിങ്സിൽ നിങ്ങളെ സഹായിക്കുന്നത് ഈ സ്നാപ്പിംഗ് ആണ്. ഏത് സ്നാപ്പിംഗ് ആണോ നമ്മൾ ഓൺ ചെയ്തിരുന്നത്, ആ സ്നാപ്പിങ്ങിനനുസരിച്ച് മാത്രമാണ് മൗസ് പോയിൻ്റർ ഫ്രണ്ട്ലി ആവുന്നത്. ഇപ്പോൾ നമുക്ക് സ്നാപ്പിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ സ്നാപ്പിംഗ് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. സ്നാപ്പിംഗ് വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ സ്നാപ്പിംഗ് ഓൺ ചെയ്താൽ മതി. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവും. ഇവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ലെയറാണ് വരയ്ക്കുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോർഡർ വരയ്ക്കാം. ഇതിന് ബോർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രിഫറൻസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പേപ്പറിൻ്റെത് 297 210. നമ്മളത് 287 200 എന്ന രീതിയിലാണ് വരയ്ക്കാൻ പോകുന്ന ബോർഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ. ബോർഡർ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞൊരു ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പെസിഫൈ ഫസ്റ്റ് കോർണർ, ഇതാണ് കമാൻഡ് ലൈൻ. സ്പെസിഫൈ ഫസ്റ്റ് കോർണറിൽ 0,0 എൻ്റർ, 0,0 എൻ്റർ. അതാണ്ട ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതായത് 0യിൽ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് 287,200 കേട്ടോ, ബോർഡർ വന്നു. ഇത് നമ്മൾ ഈ ബോർഡർ ലൈനിൽ ക്ലിക്ക് ചെയ്ത് വരച്ചത് കൊണ്ടാണ് ബോർഡർ വന്നത്. ഇനി നമുക്കിതിനകത്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ഡ്രോയിങ്സ് എല്ലാം ഇതിനകത്ത് ലിമിറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് വരയ്ക്കാം ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു ഇതും കൊടുക്കാതെ കൺട്രോൾ Z കൊടുത്താൽ നമ്മൾ വരച്ചത് തിരിച്ചാവും. നമ്മൾ വീണ്ടും നമ്മുടെ ഡീഫോൾട്ട് ലെയറിൽ കൊണ്ടുവച്ച് വേണം ചെയ്യാം. ഹൊറിസോണ്ടൽ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. കണ്ടോ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ലൈൻ അവിടെ പുട്ട് ചെയ്തു. നമ്മൾ അളവൊന്നും കൊടുത്തൊന്നുമില്ല. ഇതെങ്ങനെ വന്നെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ലൈൻസ് എടുക്കുന്നു, ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു. അതാ ഇവിടെ കണ്ടോ, ലെങ്ത് 50 മില്ലിമീറ്ററാണ്. അത് എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് വന്നത്? നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? 50 എന്ന് കൊടുത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ നോക്കാം. നമ്മൾ ആ ലൈൻസ് എടുക്കുന്നു, അതായത് ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു, -50 കൊടുക്കുകയാണ്. കീബോർഡ് കംപ്ലൈൻ്റ് ആണ്. ലാപ്ടോപ്പിൻ്റെ കീ അങ്ങ് പ്രസ്സായിരിക്കുക, കാരണം അത് റിമൂവ് ചെയ്യാനും പറ്റുന്നില്ല. -50 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട്, അതായത് ഇതൊരു 0 പോയിൻ്റാണ്. ആ 0 പോയിൻറ്റിൽ നിന്നും 50 കൊടുത്താൽ റൈറ്റ് സൈഡിലേക്കും -50 കൊടുത്താൽ ലെഫ്റ്റ് സൈഡിലേക്കും. കണ്ടോ, -50 ആണ്. ഞാൻ വീണ്ടും 50 കൊടുത്തു. കണ്ടോ, പക്ഷെ ഇവിടെയൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ കണ്ടോ, ഇത് മാച്ച് ആകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പോയിൻ്റ് ശ്രദ്ധിച്ച് കൊണ്ടുവന്ന് വേണം വരയ്ക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം, സ്നാപ്പ് ഓൺ എൻഡ് പോയിൻ്റ്. കണ്ടോ, ഓരോ ഒബ്ജക്റ്റിൻ്റെ എൻഡിൽ മാത്രമായിട്ട് ക്ലിക്കാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റ് ലൈൻ കണ്ടോ 50. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്കൊരു ലൈൻ വേണം, വെർട്ടിക്കൽ ലെങ്ത് 50 കൊടുത്ത് നോക്കാം. മുകളിലേക്ക് പോയി. ഇനി താഴേക്ക് ഒരു ലൈനാണ് വരയ്ക്കേണ്ടതെങ്കിൽ വെർട്ടിക്കലിൽ -50 കൊടുത്താൽ മതി. കണ്ടോ, ഈ പോയിന്റിൽ നിന്നാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ബേസിക്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ലൈൻസ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് എങ്ങനെ വരച്ചെടുക്കാമെന്ന് നോക്കാം. ഇനി സെലക്ഷൻ മൗസ് വെച്ച് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവും. നമുക്ക് എങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന സ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് ആണ്. ഒബ്ജക്റ്റ് മീൻസ് അതിൻ്റെ എൻഡ് പോയിൻ്റ് സ്നാപ്പിംഗ് ആണ്. അപ്പോൾ അതാ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്, ഹൊറിസോണ്ടൽ. ഇപ്പം ഇവിടെ കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ മെത്തേഡിൽ നമുക്ക് എടുത്താൽ ലൈൻ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ 2 പോയിൻറ്റ്സ് വരയ്ക്കുകയാണ്. 2 പോയിൻറ്റ്സ് വരയ്ക്കുന്നതിന് മുമ്പ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫ്രീ സ്നാപ്പ് ആക്കി കൊടുക്കണം. ഫ്രീ സ്നാപ്പ് ആക്കിയിട്ട് നമുക്ക് ഏത് പോയിന്റിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വരയ്ക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഒരു 50 mm എന്ന് പറഞ്ഞാൽ -50 mm ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ലൈൻ എടുക്കുന്നു, വെർട്ടിക്കൽ എടുക്കുന്നു, 50. -50 മാറ്റിയിട്ട് 50 കൊടുത്തു. എന്നിട്ട് സ്നാപ്പിംഗ് ഓൺ ചെയ്യുക. കണ്ടോ, സ്നാപ്പിംഗ് ഓൺ ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് എൻഡിൽ വരയ്ക്കാൻ പറ്റൂ. ഇനി വീണ്ടും നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു, -50 കൊടുത്തു. കണ്ടോ, വീണ്ടും നമ്മൾ വെർട്ടിക്കൽ ലൈൻ എടുത്തു, 50 കൊടുത്തു.
ലൈൻ എടുത്ത് ഹൊറിസോണ്ടൽ കൊടുത്തു, -50 മാറ്റിയിട്ട് വെറും 50 കൊടുത്തു. എന്നുവെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? വീണ്ടും വെർട്ടിക്കൽ എടുത്തു, മുകളിലേക്ക് പോയി, ഹൊറിസോണ്ടൽ എടുത്തു, 50 കൊടുത്തു. എന്നിട്ട് ഈ 2 ലൈൻസിനെയും കൂടി കണക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ തൽക്കാലം ഞാനത് അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. 2 പോയിൻ്റ് ലൈൻ എടുക്കും, ക്ലിക്ക് ചെയ്യുന്നു, എസ്കേപ്പ് കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടൂൾ അങ്ങ് സെലക്ഷൻ മാറും. അതൊന്ന് പറഞ്ഞുതരാം. ഇപ്പം 2 പോയിൻ്റ്, അപ്പോൾ നമ്മൾ 2 പോയിൻ്റ് എടുത്തു, ഇതിങ്ങനെ അങ്ങ് വരച്ചുകൊണ്ടിരിക്കും. ഫ്രീ സ്നാപ്പിങ്ങും ഉണ്ട് ഇതിനകത്ത്, ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. ഉണ്ടോ? എസ്കേപ്പ് കീ പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇതിപ്പം ഫ്രീ ആണ്. ഉണ്ടോ? ഫ്രീ ആണ്. എസ്കേപ്പ് കീ പ്രസ് ചെയ്യുമ്പോൾ ടൂൾ മാറി. ഇനി 2 പ്രാവശ്യം എസ്കേപ്പ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൂളിൻ്റെ സെലക്ഷനും മാറും. ഇപ്പോൾ ഏതൊക്കെ ഓബ്ജക്റ്റാണോ നമുക്ക് വേണ്ടത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇനി സെലക്ഷൻ്റെ കാര്യം കൂടി ഞാൻ ഒന്ന് പറയാം. മൗസ് ഉപയോഗിച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്താൽ ഫുൾ കവർ ചെയ്ത് ഏതൊക്കെ പോയിൻ്റ് വരുമോ അത് മാത്രം സെലക്ട് ആവും. അതായത് ഒരു ഓബ്ജക്റ്റ് ആ ഏരിയയിൽ എവിടെയൊക്കെ ഫുള്ളാണോ അത് മാത്രം സെലക്ട് ആവും. കണ്ടോ? എന്നാൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അതായത് ഒരു പച്ച കളർ കണക്ക് വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഒബ്ജക്റ്റാണോ അത് ആ ഏരിയയിൽ കൂടി പോകുന്നത് അത്രയും ഒബ്ജക്റ്റുകൾ സെലക്ട് ആവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു നീല കളർ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് ആ ഏരിയയ്ക്കകത്ത് ഏതൊക്കെ ഓബ്ജക്റ്റ് സ്റ്റാർട്ട് ടു എൻഡ് പോയിൻ്റ് വരുന്നു അത് മാത്രം സെലക്ട് ആവും. ഇനി ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് ആ ഏരിയയ്ക്കകത്തുണ്ടായിരുന്നാൽ മതി, അത്രയും സെലക്ട് ആവും. ഇതെൻ്റെ സെലക്ഷൻ്റെ ഒരു കൺവീനിയൻ്റ് ആണ്. ഇത് ഓട്ടോ കാഡിലും ഇങ്ങനെ തന്നെയാണ്. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പം ഫുൾ പോയിൻ്റ് സെലക്റ്റായി നിൽക്കുന്നതിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെലക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു പോയിൻ്റ് മാത്രമുള്ള ഏരിയയിൽ ആണെങ്കിൽ സെലക്ട് ചെയ്യണമെങ്കിലും കണ്ട. അപ്പോൾ ഇതാണ് സെലക്ഷൻ. ഇതാണ് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഒരുപാട് ലെങ്തി ആയിപ്പോകും. അപ്പോൾ ഈ ലിബർ CAD പഠിക്കാൻ താല്പര്യമില്ലാത്ത എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയേണ്ടതായിട്ടുള്ള ഇല്ലാത്ത ആൾക്കാരും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഈ ട്യൂട്ടോറിയൽ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതിപ്പോൾ പാർട്ട് 1 ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരാം. അത് ഒരു കുറച്ച് ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്ത് വരുന്നതാണ്. ഇത് ലിബർ CAD പാർട്ട് 1 എന്നാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറേ കമാൻഡുകളും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും അതിലുണ്ടാവും. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് അതായത് എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം നമ്മൾ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടുള്ള വീഡിയോകളാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത സബ്ജക്റ്റുമായിട്ട് ഇനി അടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോൾ ലിബർ CADൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് പ്ലീസ് വെയിറ്റ്.
ഉടൻ തന്നെ ചെയ്യുന്നതാണ്. വലിയ താമസമില്ലാതെ, വലിയ ഗ്യാപ്പില്ലാതെ ഒരാഴ്ചക്കകത്ത് തന്നെ അടുത്ത പോർഷൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ദയവായിട്ട് ക്ഷമയോടെ ഇരിക്കുക. ലിബർകാഡ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത് ഓട്ടോകാഡ് ആയിട്ട് ഏറെ സാമ്യമുള്ളത് തന്നെയാണ്. ഓട്ടോകാഡിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പഠിക്കുന്നതും ഡിസൈനിങ്ങുമായിട്ടുള്ള എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. നന്ദി, നമസ്കാരം.